അങ്ങുമായുള്ള ഒരു ചർച്ചയിൽ മനാഫ് പറഞ്ഞത് ഞാൻ വേറെ ആളാണെന്ന്. ഇപ്പോൾ ഏറ്റവും അവസാനം അവിടെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് മനാഫ്. അത് നൽകാമെന്ന് പോലീസും ഏറ്റിട്ടുണ്ട്. ആ ധൈര്യമെല്ലാം ചോർന്നു പോയോ? അതെനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ചർച്ച നടത്തുന്ന സമയത്ത് ആ ചർച്ചയുടെ വിഷയം അവിടെ പലപ്പോഴും അങ്ങ് വിടലാണ്. പക്ഷേ ഇത് അതിന് ശേഷം 10 ദിവസം കഴിഞ്ഞ് കാണിച്ചു തരാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് 2 ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ അതിൻ്റെ പേരിൽ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ധൈര്യം ചോർന്നു പോയോ പോയില്ലയോ അദ്ദേഹം തന്നെ തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്. ചർച്ചയിൽ പറഞ്ഞിരുന്നു. അതെ തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല, ധർമ്മസ്ഥല വിഷയം എന്നുള്ളതാണ് പ്രാധാന്യം അറിയുന്നത്. മനാഫൊക്കെ ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടുന്ന വ്യക്തിത്വം അല്ല. കേരളത്തിലുള്ള മാധ്യമങ്ങൾക്ക് വലിയൊരു പ്രശ്നമുണ്ട്. അവർ ചില അറബി പേരുകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെ പിടിച്ച് വലിയ നന്മപരമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു ശ്രമം കാലാകാലങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമം അവരെന്തോ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കലാണ്. അവർക്ക് തന്നെ അറിയാം അവരെന്തോ വലിയ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ നാച്ചുറലി ആൾക്കാർ ചെയ്യുന്ന നന്മയെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെ അതിൻ്റെതായ രീതിയിൽ അവതരിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ചില അറബി പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഊതിപ്പെരുപ്പിച്ച് വലിയ രീതിയിൽ ഇങ്ങനെ കുറേ വ്യാജ പ്രതീകങ്ങളെ കേരളത്തിൽ നന്മമരങ്ങളായിട്ട് സൃഷ്ടിച്ചു വിടും. ഇപ്പോൾ പണ്ടൊരിക്കൽ സൃഷ്ടിച്ച് വിട്ടിരുന്ന നന്മമരങ്ങളെയൊന്നും തന്നെ ഇപ്പം കാണാനില്ല. ചില ചാരിറ്റി നന്മമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല എന്നുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ട്. വാട്ടവർ, എന്തായാലും ധർമ്മസ്ഥല വിഷയം എന്ന് പറയുന്നത് ആ വിഷയം തുടക്കം മുതൽ വലിയ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ട് ആ വിഷയത്തിൻ്റെ പുറകിൽ നിന്നിരിക്കുന്ന ഇനി യൂട്യൂബർമാരായിരുന്നാലും ശരി തന്നെയാണ്, സോക്കോൾഡ് മനുഷ്യാവകാശ പ്രവർത്തകരായിരുന്നാലും ശരി തന്നെയാണ്, അവരുടെയൊക്കെ ധൈര്യം ചോർന്നു പോകുന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നല്ല നിശ്ചയവും ധാരണയും നമുക്കുണ്ട്. കാരണം ആ കേസ് വളരെ ഫേക്കാണ്. ആ കേസിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. 10-20 വർഷം 10-30 വർഷങ്ങൾ കൊണ്ട് 400-500 പേരെ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു എന്ന് പറയുന്നു. 400-500 പേര് ഇടയ്ക്ക് വെച്ച് ഉയർന്ന് 1000 പേര് കുഴിച്ചിട്ടു എന്നൊക്കെ ഉള്ള തലത്തിൽ എത്തുന്നതാണ്. അത് പിന്നീട് താഴ്ന്നാണ് 400-500 എത്തിയത്. അവിടെ നിന്ന് നമുക്ക് ഒരു മിനിമം 10 പേരുടെയെങ്കിലും ബോഡിയുടെ ഇത് കിട്ടണ്ടേ? 10-30 വർഷത്തിൻ്റെ ഇടയിലുള്ള ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. SIT രൂപീകരിച്ചു. അവിടുത്തെ നമുക്കറിയാവുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ മുഖങ്ങളിൽ ഒന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയാണ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഗവൺമെൻറ്റിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്. പർട്ടിക്കുലർലി ഇന്ന് ഒരു വലിയ ഹിന്ദു സ്ഥാപനത്തിനെ താറടിച്ച് കാണിക്കുവാനും അങ്ങനെ താറടിച്ച് കാണിച്ചാൽ അതിലൂടെ BJPയെ സംഘപരിവാറിനെ താറടിച്ച് കാണിക്കാം എന്നുള്ളൊരു രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവരിങ്ങനെയൊന്നും അല്ല പെരുമാറാൻ. അപ്പോൾ അതിൻ്റെ പുറകിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന അവിടെ മാത്രമല്ല നടന്നിട്ടുള്ളത്. ആ ഗൂഢാലോചന കാലാകാലങ്ങളായിട്ട് തൃശ്ശൂർ പൂര വിഷയത്തിൽ നടക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിനെ താറടിച്ച് കാണിക്കുക, അവിടെ ആനകളുടെ വിഷയം വേറെ എന്തോ വലിയ പ്രശ്നമാണെന്ന് പറയുക, അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും അവിടെ ഒരു വലിയ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുക. ശബരിമലയിൽ കൃത്യമായി തന്നെ ഉയർന്നു വരുന്നു. അതെ, ശബരിമലയിൽ അത് അവർ ശ്രമിച്ചു കുറേ നാള്. അമൃതാനന്ദമയി മഠവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ തന്നെ വിഷയങ്ങൾ ഉണ്ടാക്കുവാനും ആ മഠത്തിനെ തകർക്കുവാനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു പ്രതീകങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനത്തോടു കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി അതിൻ്റെ വിശ്വാസ്യത തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. കോയമ്പത്തൂർ ഇഷ യോഗ സെന്ററിനെതിരായിട്ട് ഇത്തരത്തിൽ തന്നെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. പക്ഷെ ഇത്തവണ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രൊഫഷണലായിട്ടല്ല അത് നടന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അത് പൊളിഞ്ഞു പോയത്. ഒരു തലയോട്ടിയുമായിട്ട് ഒരാൾ ഈ പറയുന്ന മുഖംമൂടിധാരി ഒരു ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഞാൻ ഇത്രയധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്, ഇതാ തെളിവ്, ഒരു തലയോട്ടി കൊണ്ടുവരും. ശരി, ഇവർക്ക് മനസ്സിലാകണ്ടേ ബേസിക്കലി ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഈ തലയോട്ടി കൊണ്ടുവരുന്ന സ്ഥലത്തെ മണ്ണ് അവർ ഫോറൻസിക് ടെസ്റ്റിന് അയക്കില്ലേ? അപ്പോൾ ഈ ധർമ്മസ്ഥലയിൽ ഈ പറയുന്ന സ്ഥലത്തെ മണ്ണ് തന്നെയാണോ എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്യപ്പെടും. അല്ല, അത് മറ്റൊരു സ്ഥലത്തുള്ളതാണ്. അത് ആരാണ്? ഇവരുടെയൊക്കെ സ്പോൺസറായിട്ട് നിന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീടിൻ്റെ പറമ്പിലുള്ള മണ്ണാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതാരെയാണ് അവർ കൊന്നു കുഴിച്ചിട്ടെന്നുള്ളതിന് ഉത്തരം വേറെ പറയേണ്ടി വരും. 2 എന്ന് പറയുന്നത് ഈ പറയുന്ന തലയോട്ടി ഇതൊരു സ്ത്രീയുടേതാണ് എന്ന് പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അല്ല, അതൊരു പുരുഷൻ്റെതാണെന്ന് തെളിഞ്ഞു. അപ്പോൾ ഇവർക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ശരിയാക്കി വെച്ചിട്ട് വേണമായിരുന്നല്ലോ ഇവർ ഇറങ്ങാൻ വേണ്ടി. അത് മാത്രമല്ല, നമ്മുടെ അനന്യ ഭട്ട് എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി മിസ്സിംഗ് ആയി എന്ന് പറയുന്ന കേസ്, അവരുടെ അമ്മ സുജാത ഭട്ട് അല്ലേ, അവർ വന്നിട്ട് ഒരു പരാതിയായിട്ട് വരുന്നു, എൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ശരി, ഒരു വ്യക്തിയെ കാണാനില്ല എന്ന് പറയുന്നു. അപ്പോഴത്തെ ഒരു വലിയ കോലാഹലത്തിൻ്റെ പുറത്ത് മാധ്യമങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നു.
പർട്ടിക്കുലർലി ന്യൂസ് മിനിറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ. നമുക്കൊരു ന്യൂസ് മിനിറ്റൊക്കെ അതിൻ്റെ പുറകെ ഒരു സാധനത്തിൻ്റെ പുറകിൽ ചില മാധ്യമങ്ങളും ചില വ്യക്തികളും നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം നമുക്ക് മനസ്സിലാകും. ഈ ധന്യ രാജേന്ദ്രനെയും ന്യൂസ് മിനിറ്റിനെയും നമ്മൾ എവിടെയൊക്കെ ശബരിമല വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും ഇവരെ അവരുടെ എത്രയോ ആർട്ടിക്കിൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. തൃശ്ശൂർ പൂര വിഷയത്തിനുമായി ബന്ധപ്പെട്ടിട്ട്, അവിടുത്തെ ആന എഴുന്നള്ളിക്കലുമായി ബന്ധപ്പെട്ട്, കേരളത്തിലെ നടക്കുന്ന ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര നെഗറ്റീവ് ആർട്ടിക്കിൾസ് ആ പറയുന്ന പർട്ടിക്കുലർ ന്യൂസ് പോർട്ടലിൽ വരുന്നുണ്ട് അവരുടെ ആവശ്യകത എന്താണ്? അവരുടെ ആവശ്യകത പ്രതീകങ്ങളെ ലക്ഷ്യമിടുന്നത്. അവരുടെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭാരതത്തിനെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ചില കൾച്ചറൽ ബോണ്ടിങ്ങുകളുണ്ട്. ഈ കൾച്ചറൽ ബോണ്ടിങ്ങുകൾ എന്ന് പറയുന്നത് അതിപ്പോൾ അത് വലിയൊരു ആഘോഷമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയധികം ആഘോഷങ്ങളുള്ള ഒരു മതമോ രാജ്യമോ ലോകത്ത് വേറെ എങ്ങും കാണില്ല. നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ആഘോഷം ഇന്ത്യയിൽ എവിടെയെങ്കിലും. ഇപ്പോൾ ജനുവരി സംക്രാന്തിയുമായി ബന്ധപ്പെട്ടിട്ട്, പൊങ്കലുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ഇതാണ്. ഫെബ്രുവരി എത്തുമ്പോൾ അത് മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. മാർച്ചിലേക്ക് എത്തുന്ന സമയത്ത് പലപ്പോഴും അത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഉത്സവങ്ങളും ക്ഷേത്രോത്സവങ്ങളുമാണ്. ഏപ്രിൽ എത്തുമ്പോൾ നമ്മൾ കേരളത്തിലെ സാഹചര്യത്തിൽ നമുക്കറിയാം അത് വിഷുവാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കർണാടകത്തിലായാലും എല്ലായിടത്തും ഓരോ പേരുകളിൽ അത് ആഘോഷിക്കപ്പെടുന്നു. ഇങ്ങനെ ജനുവരി മുതൽ ഡിസംബർ വരെ ഇതുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയ ബോണ്ടിങ്ങും വലിയ ഒരു അട്രാക്ഷനും പുതുതലമുറയുടെ മേൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരം, ആനകളില്ലാത്ത തൃശ്ശൂർ പൂരത്തിന് എത്ര അട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? നമ്മൾ ചെയ്യുന്നത് ഇപ്പം ജല്ലിക്കെട്ട്, ഇപ്പോൾ പേട്ട എന്ന് പറയുന്ന സംഘടന വലിയ രീതിയിൽ അതിനെതിരായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ജല്ലിക്കെട്ട് അവിടെ ഉണ്ടാക്കുന്ന പ്രാദേശികമായിട്ടുള്ള ഒരു ആഘോഷമുണ്ട്. ഇതെല്ലാം നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുണ്ട്. അപ്പം ഇതിനെ തകർക്കുക എന്ന് പറയുന്നത് ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ചില സംഘടനകളുടെ ചില ശക്തികളുടെ ആവശ്യമാണ്. അപ്പം അവരതിനു വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ട്. അവരുടെ ജിഹ്വായിട്ടാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ധർമ്മസ്ഥലയിൽ ആവശ്യം കുറച്ചുകൂടി ലോക്കലൈസ്ഡ് ആയി പോയതുകൊണ്ടാണ് അത് കുറച്ചുകൂടി അൺപ്രൊഫഷണൽ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം മണ്ടത്തരങ്ങൾ ഇവർ കാണിക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഇത്രയും കുഴിച്ചു, എത്രയോ അടി ആഴത്തിൽ JCB ഉപയോഗിച്ച് കുഴിച്ചു, ഒന്നും കിട്ടുന്നില്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന വിഷയം അനന്യ ഭട്ടിൻ്റെ വിഷയം. അനന്യ ഭട്ട് ഓക്കെ ശരി, ആ ഒരു പീരീഡിൽ എല്ലാവരും ഏറ്റെടുത്ത് ആഘോഷിക്കണം, ഇങ്ങനൊരു പെൺകുട്ടി പോയി, അതാണ് ഇതാണ്. ഈ പെൺകുട്ടി ആരാ? ഈ പെൺകുട്ടി മെഡിക്കൽ കോളേജ് കസ്തൂർബ മെഡിക്കൽ കോളേജ് പഠിച്ചിരുന്നൊരു കുട്ടിയാണ്. ശരി, കസ്തൂർബ മെഡിക്കൽ കോളേജ് പഠിച്ചിരുന്നൊരു കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ലേ? MBBS പഠിച്ചിരുന്ന ഒരു കുട്ടിയല്ലേ? ആ കുട്ടിയുടെ ഫോട്ടോസ്, ഒരു ചെറിയ ഫോട്ടോ മാത്രമല്ല, ഫോട്ടോസ് ഒരുപാട് ഉണ്ടാവണം. ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് കൂടെ പഠിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവണം. ആ കുട്ടി +2 വരെ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി വരെ പഠിച്ചവർ, എൻട്രൻസിന് കോച്ചിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇതെല്ലാം ഉണ്ടാവണ്ടേ. അങ്ങനെ ആ കുട്ടിയെ അറിയാവുന്ന ആരുമില്ല. ഒരു ടെസ്റ്റിമോണിയൽ ആ കുട്ടിയെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ട്. പിന്നീട് അവർ തന്നെ അമ്മ തന്നെ വന്ന് പറയുന്നു, ഞാൻ കള്ളം പറഞ്ഞതാണ്, എനിക്കൊരു മകളേ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ എത്ര വലിയ കേസാണ് അവരുണ്ടാക്കിയെന്ന് നോക്കണം. ഈ പറയുന്ന പർട്ടിക്കുലർ വ്യക്തി മനാഫ് ആ ചർച്ചയിൽ പറയുകയാണ്, ഈ സുജാത ഭട്ട് എൻ്റെ അണ്ടറിലാണ്. അയാൾ പറയുന്നതാണ്, സ്വാഭാവികമായിട്ട് അയാൾ പറയണമല്ലോ, അയാളുടെ അണ്ടറിലാണ് എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അണ്ടറിലാണ് എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞതിന് മുഴുവൻ അയാളും കൂടി റെസ്പോൺസിബിൾ ആണല്ലോ. സ്വാഭാവികമായിട്ട് അയാൾ അത് അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ പറയേണ്ടതാണ്. അപ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ട് ഭയം ഉണ്ടാവും. ഈ പറഞ്ഞത് മുഴുവനും നാളെ തിരിച്ചു വരികയല്ലേ. അപ്പോൾ അതിന് ഇനിയിപ്പോൾ എവിടെ നിന്നൊക്കെ പോയി സംരക്ഷണം ചോദിക്കാൻ പറ്റും, അവിടെ നിന്നൊക്കെ പോയി സംരക്ഷണം ചോദിക്കേണ്ടി വരും. നമുക്ക് അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതീകങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർ അതിൽ വലിയ രീതിയിൽ മലയാളികളുടെ സ്വാധീനമുണ്ടല്ലോ. ഇപ്പോൾ മനാഫായാലും നേരത്തെ സൂചിപ്പിച്ച ഒരു യൂട്യൂബ് ചാനൽ വനിതയെക്കുറിച്ച്, അതെന്തുകൊണ്ടായിരിക്കും മലയാളികളെ ഇതിൽ ഇടപെടുന്നത്? അല്ല, അത് നമ്മളാണ് മലയാളികളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന്. അത് മലയാളികൾ മാത്രമല്ല, സൗത്ത് ഇന്ത്യൻസിൽ പർട്ടിക്കുലർലി മലയാളം, തമിഴ് ഈ 2 മേഖലകളിൽ നിന്ന് വരുന്ന ആൾക്കാരെയാണ് ഇവർ കൂടുതലായിട്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മുഴുവൻ ഒരു ബ്രെയിൻ ഇരിക്കുന്നത് പലപ്പോഴും കേരളത്തിലാണ്. ഇത്തരത്തിലുള്ള ഒരു വിഘടനവാദത്തിൻ്റെ ഇത്തരത്തിലുള്ള സെമിനാറുകൾ കൂടുതൽ നടക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും കേരളത്തിലാണ്. ഇപ്പോൾ അതിന് പല വ്യക്തികളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഈ 1-2 വ്യക്തികളൊന്നുമല്ല, ഒരുപാട് പേര് അതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. അവർ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞ് നടത്തുന്നു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം ഓടിയിട്ടുള്ളത്, ദ്രാവിഡ ദേശം എന്ന് പറഞ്ഞുള്ള ചില കാര്യങ്ങൾ ഓടിയിട്ടുള്ളത്. അപ്പോൾ കേരളം അതിൻ്റെ ഒരു എപ്പി സെൻ്ററായിട്ട് നിൽക്കുന്നുണ്ട് കേരളത്തിലുള്ള ചിലർ എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിന് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ISISലേക്ക് പോയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും ദൗർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അതൊരു വസ്തുതയാണ്. അല്ല, അങ്ങനെ ഒരു സാഹചര്യം എന്തുകൊണ്ട് ഉണ്ടാകുന്നു? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കാലാകാലങ്ങളായിട്ട് ഇവിടെ നിലനിന്നിട്ടുള്ള ഒരു
ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം ദേശീയതയോടൊരല്പം പോലും കൂറില്ലാത്ത തലത്തിൽ ചിന്തിക്കുന്ന തലത്തിലേക്ക് യുവജനങ്ങളെ ഉൾപ്പെടെ വളരെ ചെറുപ്പം മുതലേ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, റാഡിക്കൽ ഇസ്ലാമിൻ്റെ പ്രസൻസ്, ഇതെല്ലാം കൂടി ചേർന്ന് കൊണ്ട് ഒരു അവിയൽ പരുവത്തിലുള്ള കുറേ ആൾക്കാരുണ്ടായി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഭാരതീയമായി എന്തിനേയും നിരാകരിക്കുക എന്ന് പറയുന്നത് വലിയ ഫാഷനാണ് എന്ന് ധരിക്കുന്ന തലത്തിലേക്ക് അവരുടെ ചിന്താഗതികൾ പോയിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പം മുതലേ അവരങ്ങനെ ട്രെയിൻഡാണ്. എന്തോ ഞങ്ങൾ വലിയ പുരോഗമനവാദികളാണ്, ഞങ്ങൾ വലിയ 50 വർഷം മുൻകൂട്ടി കണ്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് വലിയ ഒരു ഇതായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായി വരുന്ന ബൈ പ്രോഡക്റ്റുകളാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ. അവസാനമായി മനാഫിനോട് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. മാവേലി പോയിട്ടുണ്ട്, കൂടെ പാതാളത്തിലേക്ക് പോകുന്നതായിരിക്കും ഇക്കാക്ക് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.